Good morning all. We are moving to our case 2. In case 1 we have already discussed how to convert the given rational numbers in the form of decimal by converting the denominator into multiples of 10, 100, 1000, etc. Isn't it? So we have already studied how to do the same. Only we need to consider the denominator. We need to convert the denominator in the form of tens or in the form of hundreds or in the form of thousands. For converting the same, we have to select a suitable number and multiply the number by both numerator and denominator. For example, teacher 1 by 5 5 in how to make it in the form of 10 select 2 according to denominator and your selection. So, അപ്പോൾ നമുക്ക് 2 by 10 ആണ് ആൻസർ. 2 by 10 എന്ന് പറയുമ്പോൾ already we have studied ആണ് decimals 0.2 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. Is it clear? This was the method you studied in the last class ആണ്. Okay. Now we are moving to another method called long division method ആണ്. You needn't want to study the same because it's very clear to you, understood to you. So let us do the same thing. Number given to you is 13 by 8 ആണ്. So do it on your right side. First 13 inside, 8 outside. How many times possible? Clear ആണ്. 1 time ആണ്. Balance 5 വന്നു. But needn't stop the process because we need to continue. We need the decimal form ആണ്. Otherwise, other usual long division method when we were in lower classes, we have studied that quotient equal to 1, remainder equal to 5. But here it is not possible. Continue the division. How to continue? By placing a point or a decimal on the quotient, add 0 on the right of 5 ആണ്. അപ്പോൾ 50 ആണ്. In 50 there are 6 8s ആണ്. അപ്പോൾ ടീച്ചർ 48 എഴുതി കണ്ടിന്യൂ ദ പ്രോസസ് ടിൽ യു ഗെറ്റ് 0 എന്നാട്ടോ. അപ്പോൾ കുറച്ച് ദൂരം കൂടെ ഒരു 2-3 പ്ലേസസും കൂടെ യു ഹാവ് ടു കണ്ടിന്യൂ. 2 കിട്ടി. ആൾറെഡി ഡെസിമൽ പ്ലേസ് ഉള്ളത് കൊണ്ട് യു ക്യാൻ ആഡ് 0 ഓൺ ദ റൈറ്റ് സൈഡ് ആണ്. 0 ടു ടീച്ചർ. അപ്പോൾ നമുക്ക് എത്ര ടൈംസ് ആണ് പോസിബിൾ? 2 ടൈംസ് ആണ് പോസിബിൾ. 16 ബാലൻസ് 4 വന്നു. ആൾറെഡി ഡെസിമൽ ഉള്ളത് കൊണ്ട് യു ക്യാൻ മേക്ക് ഇറ്റ് 40 എന്ന് കൺവേർട്ട് ചെയ്യാം. ആൻഡ് 40 ഹൗ മെനി ടൈംസ് ആണ് ഇൻ 8 5 ടൈംസ് ഇൻ 8 ആണ്. അപ്പോൾ 40 ആൻഡ് റിമൈൻഡർ ഈസ് 0 ആണ്. സോ ഡയറക്ട്ലി വി ക്യാൻ റൈറ്റ് ദ ആൻസർ ആസ് 1.625 കംപ്ലീറ്റഡ് ആണ്. കറക്റ്റ് ഡിവിസിബിളും ആണ് കംപ്ലീറ്റഡും ആണ്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു -1 by 8 എന്നാണ്. സൈൻ ഈസ് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് റാഷണൽ ആണ്. സോ യുവർ ആൻസർ ഈസ് ആൾസോ നെഗറ്റീവ് ആണ്. ഹൗ മച്ച്? ഡിവൈഡ് 1 divided by 8. പോസിബിൾ ആണോ? 1ൽ 8 പോസിബിൾ ആണോ? നോ. അപ്പൊ നമ്മൾ 0 എഴുതി. 0 എഴുതി കഴിഞ്ഞാൽ വാട്ട് വി ഡു? ഒരു ഡെസിമൽ എടുത്ത് നോക്കുക. എന്നിട്ട് അതിനെ 10 ആക്കുക. ഇൻ 10 ഹൗ മെനി 8s ആർ ദർ? ഒരു തവണ 8. പിന്നെയോ 2 വന്നു. 20ലോ 2 ടൈംസ് ആണ്. 16 ആകുമ്പോൾ ബാലൻസ് 4 ആണ്. 0 ടു ആൾറെഡി ഡെസിമൽ ഉള്ളത് കൊണ്ടാണ് ടീച്ചർ 0 ആഡ് ചെയ്തത്. 40ല് 5 ടൈംസ് ആണ്. അപ്പൊ നമുക്ക് 40 അഗെയിൻ കിട്ടി കഴിഞ്ഞു. 0 കിട്ടി. അപ്പൊ ആൻസർ ഈസ് നെഗറ്റീവ് 0.125. നെഗറ്റീവ് 0.125. നെക്സ്റ്റ് അവർ തേർഡ് നമ്പർ ഈസ് 3/2 ആണ്. 3/2 പോസിറ്റീവ് ആണ്. സൈൻ പോസിറ്റീവ് ആണ്. ഇവിടെ നെഗറ്റീവ് ആണ് നമ്പർ. ദാറ്റ്സ് വൈ റിസൾട്ട് ഈസ് ആൾസോ നെഗറ്റീവ് ആണ്. അപ്പൊ 3/2 യു ക്യാൻ ഡു ഇറ്റ്. ആക്ച്വലി 3/2 ചെയ്യേണ്ട ആവശ്യമില്ല. എനിവേ 3ല് 1 ടൈം ആണ്. റിമൈൻഡർ 1 കിട്ടി. ടീച്ചർ ടോൾ യു വി ഹാവ് ടു കണ്ടിന്യൂ ദ പ്രോസസ് ആണ്. അപ്പൊ ടീച്ചർ ഇവിടെ ഡെസിമൽ ഇട്ടു. യു ക്യാൻ ആഡ് 0 ഓൺ ദ റൈറ്റ് സൈഡ് ആണ്. 10 ആണ്. 10ൽ ഹൗ മെനി 2s ആർ ദർ? 5 2s ആർ ദർ. അപ്പോൾ 10 റിമൈൻഡർ 0 ആയി. So our answer is 1.5. Is it clear to all of you? The first method, convert the denominator into 10 ആക്കണം. 100, 1000, 10,000 like that way by selecting small numbers ആണ്. And that numbers you have to multiply both numerator and denominator by the same number ആണ്. എന്നിട്ടോ നമുക്ക് ഡെസിമൽ പ്ലേസസ് ഇട്ട് കൊടുത്താൽ മതി. കൗണ്ട് ചെയ്തിട്ട് ഹൗ മെനി സീറോസ് ആർ ദർ ദാറ്റ് മച്ച് ഡെസിമൽ പ്ലേസസ് എന്നാണ്. ഡിജിറ്റ്സ് ഇൻ ദ ഡെസിമൽ പ്ലേസസ് എന്നാണ്. അപ്പൊ അത്രയും ഡിജിറ്റ്സ് മാറ്റിയിട്ട് ഡെസിമൽ ഇടാൻ മതിയായിരുന്നു. ഓക്കെ. സോ വി ഹാവ് സ്റ്റഡീഡ് 2 മെത്തേഡ്സ് ഹൗ ടു റെപ്രസെന്റ് എ റാഷണൽ നമ്പർ ഇൻ ദ ഫോം ഓഫ് ഡെസിമൽസ് എന്നാണ്. ഫസ്റ്റ് വൺ, കൺവേർട്ടിംഗ് ദ ഡിനോമിനേറ്റേഴ്സ് ഇൻ ടു 10, 100, 1000 എക്സെട്ര എന്നാണ്. പവേഴ്സ് ഓഫ് 10 നിങ്ങൾ പഠിക്കണ്ട. ബിക്കോസ് നെക്സ്റ്റ് ലെസൺ ആണ് വി ആർ മൂവിങ് ടു പവേഴ്സ്.
അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. കൺവേർട്ടിംഗ് ദ ഗിവൺ ഡിനോമിനേറ്റേഴ്സ് ഇൻ ടു 10, 100 and 1000 etc. Second method is long division method. So which one you feel easy, follow this. Okay, clear to all of you? Okay. Let us move to some other question. So let us move to our next topic. Heading subheading non-terminating decimals. Okay, teacher already decimal form but we started with the first one is terminating decimals. Terminating decimals means ending decimals. And we have applied two methods for finding ending decimal form. Which one? First one is convert the denominators into 10, 100, 1000 etc. Other one is long division. But both these cases we are having a finite number. We are having a finite number in the decimal part. Decimal part lo finite number. And after 2 or 3 steps we got the remainder as 0 in case of long division method. Namukku 0 kittiyadu. But there are some rational numbers. When we convert these numbers into decimal form, we can see that their decimal part keeps repeating. Decimal parts keep repeating. അതായത് ഒരു പെർട്ടിക്കുലർ ഓർഡർ ഇല്ലാതെ മേ ബി സംടൈം ഓർഡർ ഉണ്ടാവാം, സംടൈം ഇൻ്റർവീനിയൻസിലൂടെ, അതായത് ഡിജിറ്റ്സ് മാറി മാറി വരുന്ന രീതിക്ക് we can see that they are repeating. Okay, sometimes they may repeating in a particular order laikam, sometimes may not be in a order aikam. So whatever it may be, you needn't bother about the same. So you have to wait maximum up to 3 places. Okay, so try to answer the same till you get 3 digits in the decimal part. Till you get 3 digits in the decimal part. If you get 0, you can finish, otherwise leave it. Okay, that much enough to us. For example, we have taken a number minus 5 by 6. So very clear minus 5 by 6 sign is negative. But get the value on your right side. Teacher, 5 is a small number, so we can't divide by 6. 0 to teacher. The next procedure 0 point decimal. So we can write 5 as 50. After putting the decimal point, teacher can put 5 as 15. In 50, how many 6s are there? 8 6s and 48 there. Balance 2 1. 2 already decimal illathukonde we can write 2 as 20 ennu. In 20, how many 6s are there? 3 aanu. Appo namukku 18 ezhuthi. Teacher veendum balance 2 aanu teacher kittiyathu. We can make it as 20 ennu ezhudam. In 20, how many 6s are there? 3. Again balance etraya? 2. Kando? The 2 is, the remainder 2 is repeating after each step. So what you have to do? Need to continue? No, enough. Because we have 3 digits in the decimal places. So what you have to do is, while writing the answer, 0.833, don't stop. You have to put etc. Its meaning is, there are some more digits is there. Clear to you? Previous case there is no change for us. We can directly write 0.125. Finished. But here you don't finish like that. 0.833 is wrong answer. What you have to do is, after writing 0.833, put dots like this. Clear to you? This dots will show you that the decimal representation of minus 5 by 6 is non-terminating or repeating. Another word is repeating. Decimal part is repeating. It's very clear. Decimal part nokiya thane you can decide what kind of decimal representation of that rational number. Okay, sometime repeating or non-repeating, or terminating, non-terminating. Terminating means ending, avasanikkunnava. Other one, non-terminating means repeating, avartikkunnu. Okay, repeating. So 0.833 ... etc. Clear to all of you? Go through the same. Let us move to checkpoint question. Next we are moving to our checkpoint 34th question. And after that, teacher already answered in sometimes in examples or in question wise. Teacher has answered remaining questions. Okay. So here the question is, convert the following into decimal form, and there are 3 questions. And third one we have already done, minus 5 by 6. That is already done. So only 2 questions remain. Among the 2, first one is 0 by 100. We have studied the property that in case of division we have already studied that 0 by any number is 0 itself. So we need not to do anything. Directly we can write 0. Finish.
Second one is 62 by 99 ആണ്. We can do using decimal long division method. Get the decimal form using long division ആണ്. So do it on your right side. 62 is the number given to you and 99 is the divisor ആണ്. 62 small ആയതുകൊണ്ട് തന്നെ division possible അല്ല. So we can write 0 on the top. We can put a decimal point. So 62 becomes 620 now ആണ് അല്ലേ. അപ്പോൾ 620നെ ഏതാണ് പോസിബിലിറ്റി നോക്കാൻ ഒരു ഈസി മെത്തേഡ് ആൻഡ് ഷോർട്ട് കട്ട് ആണ്. ഈ ഫസ്റ്റ് ഡിജിറ്റ് 9 എടുക്കുക, നെക്സ്റ്റ് ഡിജിറ്റ് ഇവിടെ 62 ഒരുമിച്ച് എടുക്കുക. 9ന്റെ വിച്ച് മൾട്ടിപ്പിൾ ഈസ് 62 എന്ന് തിങ്ക് അബൌട്ട് ഇറ്റ്. സിക്സ്ത് മൾട്ടിപ്പിൾ ആണ് അല്ലേ. അപ്പോൾ സിക്സ്ത് മൾട്ടിപ്പിൾ ആണ് നിയർലി ഈക്വൽ ആയിട്ട് വരുന്നത് 54 എന്ന് വരുന്നുണ്ട്. 7 എടുത്തു കഴിഞ്ഞാൽ 63 വരും, മോർ ദാൻ ഈസ് നോട്ട് പോസിബിൾ ആണ്. അപ്പോൾ ടീച്ചർ ഇവിടെ 6 എടുത്തു. അപ്പോൾ ടീച്ചർക്ക് 594 ആണ് വരുന്നത്. 594 എടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ റിമൈൻഡർ ആയിട്ട് 260 ആണ്, 26 ആണ് വരുന്നത് റിമൈൻഡർ. അപ്പോൾ ടീച്ചർ ഇവിടെ 0 ഇട്ട് കൊടുത്തു, ഡെസിമൽ ഉള്ളത് കൊണ്ട് ടീച്ചർ 0 ഇട്ട് കൊടുത്തു. അപ്പോൾ 260 ആയി. 260ൽ ഇതേ മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ 26നോട് നിയർലി ഈക്വൽ ആയിട്ട് വരുന്നത് 2 ആണ്. 3 എടുക്കുമ്പോഴേക്കും 27 ആണ് മൾട്ടിപ്പിൾ വരിക. സോ 2 ആണ് പോസിബിലിറ്റി. അപ്പോൾ ടീച്ചർ 2 എഴുതി. 198 ആണ്. അപ്പോൾ ടീച്ചർക്ക് വീണ്ടും ബാലൻസ് 62 ആണ് വന്നത്. ഡെസിമൽ ഉള്ളത് കൊണ്ട് ടീച്ചർ 0 ആഡ് ചെയ്തു, 620 ആയി. 620ൽ 99 ഹൗ മെനി ടൈംസ് ആണ് നോക്കേണ്ട ആവശ്യമില്ല, ആൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 6 ആണ്. അപ്പോൾ ക്യാൻ യു ഗെറ്റ് ദ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദിസ് വൺ? സി അവിടെ ഒരു മെത്തേഡ് ഇങ്ങനെയാണ് പോകുന്നത്. 62 62 62 62 ലൈക്ക് ദാറ്റ് വേ ആണ് റിപ്പീറ്റേഷൻ വരുന്നത് അല്ലേ. ആ 2 ഡിജിറ്റ്സ് ഒരുമിച്ചിട്ടാണ്, ആസ് എ ബ്ലോക്ക് ആയിട്ടാണ് റിപ്പീറ്റിംഗ് ബ്ലോക്സ് ആണ് ഇവിടെ അല്ലേ. 62 ഒരുമിച്ചിട്ടാണ് റിപ്പീറ്റഡ് ആവുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 626 dot 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 dot. Don't forget to put the dot. Okay, it has a meaning. Okay, if you didn't write, it is a terminating decimal ആയിട്ട് മാറും. But actually this is a non-terminating decimal ആണ്. So you have to put the dots after this. If you have any doubt, you can ask me the same. Teacher will give you some extra questions from your workbook. Okay, let us move to the last case. Next we are moving to without doing division method. For division method, after completing division method only we can say whether the decimal form of the given rational number is terminating or non-terminating. The decimal form will tell you the decimal representation is terminating or non-terminating. But here is a rule that says that without doing actual division, directly we can say whether its decimal form is terminating or non-terminating. Long division ചെയ്യാതെ തന്നെ we can easily find out. We can say only terminating or non-terminating. We can't write the decimal representation by guessing. Just we can find out whether it has a terminating decimal expansion or non-terminating decimal expansion or we can say using this method. Then we can start long division to write the decimal form. Here decimal form is not required to you. Just you need to find out whether it has a terminating expansion or non-terminating decimal expansion or. For that, here teacher has taken some. So the condition teacher is written as rational numbers with the denominators can have no factors other than 2 and 5. 2ഉം 5ഉം അല്ലാത്ത ഒരു ഫാക്ടറും പാടില്ല. ഓക്കെ, ഓൺലി 2 ആവാം, ഓൺലി 5 ആവാം, ഓർ 2 and 5 ആവാം. പക്ഷേ 2 into 3 into 5 when it is coming not possible ആണ്. ഓക്കെ, 2 and 5 ഓൺലി പോസിബിലിറ്റി ആണ്. ഓൺലി 2 ആവാം, ഓൺലി 5 ആവാം, both 2 and 5 ആവാം. The 3 conditions only. Okay, where any other numbers including the factorization included ആയാൽ decimal expansion is non-terminating. Clear to all of you? Then their decimal form is terminating. No factors other than 2 and 5. 2ഉം 5ഉം അല്ലാത്ത ഒരാൾ പാടില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ടീച്ചർ 4/5 ആണ് എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഡിനോമിനേറ്റർ നോക്കൂ. ഡിനോമിനേറ്റർ ഈസ് വാട്ട്? ഡിനോമിനേറ്റർ ഈസ് 5 ആണ് അല്ലേ. ടീച്ചർ ആൾറെഡി ടോൾഡ് യു അക്കോർഡിംഗ് ടു ദ റൂൾ when the denominator is 2 or the denominator is 5 or both 2 and 5, 2ഉം 5ഉം കണക്റ്റഡ് ആയി വന്നാലും 4/5 has which kind of decimal expansion ആണ്? Terminating decimal expansion ആണ്. Terminating decimal ആണ്. 4/5 is a terminating. 4/5 is a terminating decimal. അതൊരു terminating decimal ആയിട്ട് മാറും.
4 by 5 is a terminating decimal. Clear to all of you? Let us move some other questions of the same type.